ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കേരളത്തിലെ മാമ്പഴ പുളിശ്ശേരിയുടെ സമയമാണ്. എല്ലാ വീട്ടിലും ചെന്നാലും മാമ്പഴ പുളിശ്ശേരി ഇല്ലാത്ത ഒരു വിഭവം ഉണ്ടാവില്ല. കേരളത്തിലെ സുലഭമായിട്ട് മാങ്ങ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും മാമ്പഴ പുളിശ്ശേരി, മാങ്ങച്ചാറ്, അതേപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങ എല്ലാം ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഒന്നാൽ ഏത് പഴുത്ത മാങ്ങയായാലും കുഴപ്പമില്ല. സാധാരണ ബോണ്ടൻ മാങ്ങയും അതേപോലെ ചന്ദ്രക്കാരൻ മാങ്ങയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ എന്നാലും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുള്ളൂ. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ ആദ്യം നന്നായിട്ട് ഒരു 4-5 മാങ്ങയാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ മാങ്ങ മുങ്ങിക്കിടക്കണ വെള്ളത്തിൽ ഇട്ട് നന്നായി തിളപ്പിക്കുക. ഉപ്പും ഇത്തിരി ശർക്കര പാനീയം ചേർത്ത് നന്നായിട്ട് വേവിക്കുക. അപ്പോൾ മാങ്ങ നന്നായി വെന്ത് കിട്ടും. ശർക്കര പാനീയം ചേർക്കണം, എന്നാലാണ് മാങ്ങയ്ക്കുള്ള ആ മധുരം കുറച്ചും കൂടി കൂടുതൽ കിട്ടുള്ളൂ മാമ്പഴ പുളിശ്ശേരിക്ക്. അപ്പോൾ ശർക്കര പാനീയം നിർബന്ധമായിട്ടും ചേർക്കണം. പിന്നെ ഇത്തിരി പഞ്ചസാരയും ചേർക്കാം ലൈറ്റായിട്ട്. അപ്പോൾ ഇത് ചേർത്ത് നന്നായിട്ട് വേവിച്ചിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ മിക്സിയിൽ ഒരു മുറി തേങ്ങ ചിരകിയത്, അതേപോലെ തന്നെ ഒരു 4-5 സ്പൂൺ തൈര്, അതേപോലെ തന്നെ വറ്റൽമുളക്, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി വേപ്പില ചേർത്ത് നന്നായി അടിക്കുക. എന്നിട്ട് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ അരപ്പ് ഈ മാമ്പഴം പുളിശ്ശേരി ഉള്ള പാത്രത്തിൽ മാങ്ങ വേവിച്ചതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒരു തള വരണ വരെ ഒന്ന് തിളപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ചീനച്ചട്ടിയിൽ നെയ്യ് ഒഴിച്ചിട്ട് കടുക് താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക. നെയ്യിൽ വേണം ഇത് കടുക് താളിക്കാനും ഉലുവ പൊട്ടിക്കാനും അതേപോലെ തന്നെ വറ്റൽമുളക് മൂപ്പിക്കാനും. അപ്പോൾ അല്ലെങ്കിൽ ടേസ്റ്റ് കുറയും. അപ്പോൾ നെയ്യിൽ വേണം ചൂടാൻ, വെളിച്ചെണ്ണയിലൊന്നും ആക്കരുത്. നെയ്യിൽ നന്നായിട്ട് കടുക് പൊട്ടിച്ചിട്ട്, കടുക് 2 സ്പൂണാണെങ്കിൽ ഉലുവ 1/2 സ്പൂൺ മതി. പിന്നെ വറ്റൽമുളക് ആവശ്യത്തിന്, പിന്നെ അതിൽ കുറച്ച് വേപ്പിലിട്ടിട്ട് ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല രുചിയുള്ള മാമ്പഴമാണ്. താങ്ക് യു.